ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊക്കെ ജീവിതത്തിൽ ഓർത്തു വെക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ബാലൻ. വ്യത്യസ്തമായ ഒരു ആംഗിളിലും വ്യത്യസ്തമായ ഒരു സ്റ്റോറി. ഞാൻ ഇന്നേ വരെ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു വിഭാഗം ആളുടെ സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു അമ്മയും മകനും വേറെ ആരുടെയും തുണയില്ലാതെ അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ പെടുന്ന പാടാണ് ആ സിനിമ. ശരിക്കും അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് കമ്പയർ ചെയ്യാം. അത് നമ്മളിപ്പോൾ ഒരു കാടിൽ അകപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഓരോന്ന് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മുടെ കണ്ണ് എപ്പോഴും തുറന്നിരിക്കും. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അറ്റാക്ക് വരാം, എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആപത്ത് വരാം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടും വരുന്ന ശബ്ദം, നമ്മളെ ചുറ്റുപാടും വീക്ഷിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു ആപത്ത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിമിഷവും ഒരു കാടിൽ കൂടെ നടക്കുമ്പോൾ അത്രയ്ക്ക് നമ്മൾ വിജിലൻ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണത്. എങ്കിലും നമ്മുടെ ഓരോ സ്റ്റെപ്പും ഭയങ്കര ശ്രദ്ധിച്ചും ഭയങ്കര പേടിച്ചും ഭയങ്കര സൂക്ഷിച്ചുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല എന്താണ് ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന്. ഒരമ്മയും മോനും ഒറ്റയ്ക്ക് ഒരു സമൂഹത്തിൽ അവർ സർവൈവ് ചെയ്യാൻ അവർ പാടുപെടുന്ന ഒരു സിനിമയാണിത്. അപ്പം അമ്മയ്ക്കും മകനോടുള്ള ഭയങ്കരമായ സ്നേഹം. അപ്പം 5-6 വയസ്സ് പ്രായം മാത്രമുള്ളൊരു കുട്ടി, അവൻ ജനിച്ചപ്പം മുതൽ കാണുന്നത് അവൻ്റെ അമ്മ ദിവസവും ഫ്രീക്വൻ്റ്ലി അമ്മ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റോറിയാണ് അവൻ കാണുന്നത്. അപ്പോൾ അവൻ ആ സ്റ്റോറിയുടെ കഥാപാത്രമാകുന്നു. അപ്പം അവൻ്റെ ആ ഏറ്റവും ബുദ്ധി ഏറ്റവും പീക്കായിട്ടുള്ള സമയത്ത് അവൻ ജീവിക്കുന്നത് ഒരു ഫോൾസ് സ്റ്റോറിയിലാണ്. എന്തിനാണ് അമ്മ ഇത്രയും കിടന്ന് പാടുപെടുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പം എങ്ങനെയാണ് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത്, അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഉദിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ഭയങ്കര. കാരണം അവനും അവൻ്റെ ലൈഫിലും ഓരോ നിമിഷവും എവിടുന്നോ എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലാണ് അവൻ ഓരോ സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പം കാരണം ആരെയും വിശ്വസിക്കുന്നില്ല. അവർ അമ്മയും മോനും അവരങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം അവരെ സ്നേഹിച്ചും അവരുടെ ഇടയ്ക്ക് ആരും വരുന്നവർക്ക് ഇഷ്ടമില്ല. അപ്പം ആരെയും വിശ്വസിക്കാതെ അവർ ജീവിക്കുക. അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു സ്റ്റോറിയാണിത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സസ്പെൻസും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ടോവിനോ വരും. അപ്പം നമ്മൾ വിചാരിക്കും ഫസ്റ്റ് ഹാഫിൻ്റെ രസമില്ലല്ലോ സെക്കൻഡ് ഹാഫിൽ നിന്ന് വിചാരിക്കും. പക്ഷേ ആ സ്റ്റോറി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ലാസ്റ്റാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മളത് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോരിത്തിരിക്കും. ശരിക്കും ഇത്രയ്ക്കും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് ആ മകനും മനസ്സിലാക്കുന്നത്. കാരണം 5-6 വയസ്സ് സമയത്ത് കണ്ട അവന് മനസ്സിലാക്കുന്ന ലിമിറ്റിലും അപ്പുറമാണ് അവൻ്റെ അമ്മ. അല്ലെങ്കിൽ ആർക്കും മനസ്സിലാക്കുന്നതിലും അപ്പുറമാണ് അവൻ്റെ അമ്മ എത്തിപ്പെട്ടിരിക്കുന്ന ലെവൽ എന്ന ലാസ്റ്റ് അവന് മനസ്സിലാവുമ്പോഴും നമുക്ക് മനസ്സിലാവുമ്പോഴും വേറൊരു ഫീലാണ്. അപ്പോൾ എന്തൊരു ആലോചിച്ചാണ് അവർ ഓരോ സ്റ്റെപ്പും എടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പെട്ടെന്നാണ് അവരെ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതെന്ന് നമ്മളത് നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ആ ഒരു അവസാന ഭാഗം അത്രയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അത്രയ്ക്കും സസ്പെൻസ് നമുക്ക് വരാൻ കാര്യവും അത് തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്നില്ല അത്. അല്ലെങ്കിൽ അവിടെ ഉള്ള ആരും ചിന്തിക്കുന്നില്ല, അവരുടെ മകൻ ചിന്തിക്കുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ അവരാ വാക്ക് പാലിച്ച് ദിവസവും അവരെന്താണ് അവർ ലാസ്റ്റ് നിമിഷം ആ വാക്ക് പാലിച്ച്
അവർ സർവൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ മകനെ അത്രയും സ്നേഹിക്കുന്നുമുണ്ട്, അവരുടെ വാക്ക് പാലിക്കുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ ഈ സിനിമ കാണണം. അപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പം നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനൊരു ചിന്തയുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു ചിന്തയ്ക്ക് ഈ സിനിമ പോയില്ല എന്ന്, ഈ ഓരോ സിനിമയാണെങ്കിലും നമ്മളുടെ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് സിനിമ പോയില്ല എന്ന് ചിന്തിക്കാതെ നമ്മൾ എന്താണ് ഡയറക്ടർ നമുക്ക് കാണിച്ചു തരുന്ന സിനിമ, ഡയറക്ടർ എന്താണ് നമ്മൾക്ക് കാണിച്ചു തരുന്ന സ്റ്റോറി, നമ്മൾ ഡയറക്ടറിൻ്റെ വഴിയിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് വേണം നമ്മളൊരു സിനിമ കാണാൻ. നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഒരു സിനിമയും കാണരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി നമ്മൾ ചില സമയത്ത് ലാഗ് ഉണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണ് ലാഗ് വരുന്നു? അയാൾക്ക് ആ ലാഗ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് അവസാനം വരെ ഇരിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തെ ഇത് ഭാഗം ലാഗായ സിനിമ കൊള്ളില്ല, അങ്ങനെയൊന്നുമല്ല. അപ്പം ആ സിനിമ ആ ഒരു രീതിയിലേക്ക് എത്തി പറഞ്ഞ ആ കഥ, ആ ഡയറക്ടറിൻ്റെ ആ ഒരു കഴിവ്, അതൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ചിന്തയും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ ഒരു വഴി. നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാട്ടിക്കൂടെ നടക്കുമ്പോൾ പിന്നെയും കാടാണ്. ഇപ്പം ഒരു ഇരുട്ടത്തോടെ നടക്കുമ്പം ഫ്രണ്ടിൽ ഒരാളെ ടോർച്ച് പിടിച്ച് ഫ്രണ്ടിൽ നടപ്പുണ്ടായിരിക്കും. അപ്പം നമ്മളൊക്കെ എത്ര പേരുണ്ട് അവർക്ക് ലൈൻ ഓരോ ക്യൂ ആയിട്ട് അല്ലെങ്കിൽ ലൈനായിട്ട് ഫ്രണ്ടിൽ നമ്മൾക്ക് ലൈറ്റ് പിടിച്ച് തരുന്ന ആളുടെ പുറകെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈ സിനിമ കാണുമ്പോഴും നമ്മൾക്ക് എന്താണ് അവർ കാണിച്ചു തരുന്നത്, അത് നമ്മുടെ തിങ്കിങ്ങൊക്കെ മാറ്റി വെച്ചിട്ട് അവർ നമ്മൾക്ക് എന്താണ് കാണിച്ചു തരുന്നത് ആദ്യം കാണണം. എന്നിട്ട് വേണം അത് അനലൈസ് ചെയ്യാൻ. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും എനിക്ക് തോന്നുന്നു എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സും മാക്സിമം അഭിനയിച്ചിട്ടുണ്ട്. ആ ഡയറക്ഷനും അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ ക്യാമറയും എല്ലാം എൻ്റെ മാക്സിമമാണ് ഓരോരുത്തർ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ആൾക്കാരൊക്കെ പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ടോവിനോ ഒക്കെ കുറച്ച് പേരുണ്ട്, അല്ലാതെ കുറേ ആൾക്കാരൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിലും അവർ എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിലൊക്കെ ഏറ്റവും ബെസ്റ്റ് സിനിമ ഇത് തന്നെ ആയിരിക്കും. ഇനി അവർ എത്ര സിനിമയിൽ അഭിനയിച്ചാലും എനിക്ക് തോന്നും ഈ സിനിമ ആയിരിക്കും അവരുടെ ഏറ്റവും ബെസ്റ്റും അവർ ഏറ്റവും മാക്സിമം അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൽ ജീവിച്ചതും എനിക്ക് തോന്നുന്നു ഈ സിനിമ തന്നെ ആയിരിക്കാം. കാരണം അത് എടുത്തതിൻ്റെ അത് കഥ പറഞ്ഞ രീതിക്കും ഒക്കെ വരുമല്ലോ. ഒരാളുടെ കഴിവിൻ്റെ മാക്സിമം അത് അവർ ആ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിന്നെ ടൊവിനോയുടെ കാര്യം പറയുകയാണെങ്കിൽ ടൊവിനോ ഒരു ഇപ്പോൾ മോഹൻലാൽ ആ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് മോഹൻലാൽ ചെയ്യുമെന്ന്. കാരണം ഒരു നായക പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരു റോള് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, വേറെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ടൊവിനോൻ്റെ ആ ക്യാരക്ടർ ടൊവിനോ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. ആ ക്യാരക്ടർ നമ്മുടെ മലയാളത്തിൽ ഒത്തിരി നടന്മാരുണ്ടായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാരക്ടർ ആർട്ടിസ്റ്റ് തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു ടൊവിനോ അഭിനയിച്ച ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. അതുമാത്രമല്ല ടൊവിനോ അതിനകത്ത് അഭിനയിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിച്ചട്ടമ്പിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ കാണുമ്പോൾ അതിനകത്ത് ടൊവിനോ അഭിനയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോന്നു. പിന്നെ മൊത്തത്തിൽ ഈ സിനിമ വളരെ നല്ലതാണ്, വളരെ നല്ല ഫീൽ തന്ന ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾക്കൊരു സിനിമ നമ്മളെ ആ സിനിമ കാണിക്കുമ്പോൾ അതിനകത്ത് ആ സിനിമയിൽ എന്തുമാത്രം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അതിനകത്ത് ഓരോ ക്യാരക്ടർ കാണിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഓരോ ക്യാരക്ടറിൻ്റെ രീതിയിലും ചിന്തിച്ച് നോക്കുക എന്ന് പറയുന്നതും, അങ്ങനെ നോക്കി കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളും ചില സമയത്ത് കുഞ്ഞിന് സംസാരിക്കാൻ കഴിയുന്നില്ല, കുഞ്ഞിനൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം എന്താ പറയേണ്ടത് എന്താ പറയേണ്ടാത്തതെന്നൊക്കെ അവൻ അനലൈസ് ചെയ്യുക. അവൻ്റെ ബുദ്ധിക്ക് അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെപ്തിലാണ് ഓരോ ക്യാരക്ടറും ഡെവലപ്പ് ചെയ്തേക്കുന്നത്, അവർ എഴുതിയേക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഈ സിനിമ എഴുതിയ ആൾ എനിക്ക് തോന്നുന്നു ഓരോ ലൈഫിൽ ആ പുള്ളി ഓരോ മനുഷ്യരെ നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം സിനിമ ഇപ്പം തന്നെ 10 മിനിറ്റായി. അപ്പോൾ ഈ സിനിമ വളരെ നല്ല സിനിമയാണ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങൾ ഫീൽ ചെയ്യേണ്ടുന്നൊരു സിനിമയാണ്. ബൈ.